ഹായ് ഓൾ, നമുക്കിന്ന് ചിക്കൻ മൊമോസ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് എല്ലാവരും മൊമോസ് കഴിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടാവും. നമുക്കിത് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാനായിട്ട് ഓർക്കണം. വെളിച്ചെണ്ണ ഒരിക്കലും യൂസ് ചെയ്യരുത്. എന്നിട്ട് അതിലേക്ക് 1/2 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ഒരു പാത്രമോ വെച്ച് മൂടി വയ്ക്കുക. നമുക്ക് ഇതിന് വേണ്ടി ഫില്ലിങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ, കുറച്ച് ഉപ്പും കുരുമുളകും എടുത്ത് വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ വെച്ചൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് അടിച്ചെടുത്താണിത്. എന്നിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം 1 സവോള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ചെറിയൊരു പീസ് ക്യാരറ്റും ചെറുതായിട്ട് കൊത്തിയരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ക്യാപ്സിക്കം കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ മൊമോസ് ഉണ്ടാക്കുമ്പോൾ അതിൽ വെജിറ്റബിൾസ് ഒന്നും ഇങ്ങനെ വേവിക്കാറില്ല. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ പച്ച ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുള്ളൂ. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അവസാനമായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഇട്ടില്ലെങ്കിൽ നമുക്കത് വെജിറ്റബിൾ മൊമോസായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചിക്കന് പകരം മീറ്റ് എന്ത് വേണേൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ, 1-1.25 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോയാ സോസിൽ ഓൾറെഡി ഉപ്പുള്ള കാരണം അതനുസരിച്ച് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ടിത് നല്ലോണം മിക്സ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ആദ്യം കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ സാധാ ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് പരത്തിയെടുത്താലും മതി. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്നേ. അതിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കുക 2 സൈഡിലും. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവും വെച്ച് പരത്തിയെടുക്കുക. അപ്പോൾ ഇത് സാധാ നമ്മൾ പലകയിൽ വെച്ചിട്ട് പരത്തിയെടുത്താലും മതി. എന്നിട്ട് ഷേപ്പ് അനുസരിച്ച് ഒന്ന് മുറിച്ചെടുത്താലും മതിയാവും. അല്ലെങ്കിൽ ഇതുപോലെ ഇതുണ്ടെങ്കിൽ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഷേപ്പിന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ മാവും പരത്തിയെടുക്കുക. ഇനി നമുക്ക് മൊമോസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് മാവിൻ്റെ എല്ലാ സൈഡിലേക്കും കുറച്ച് വെള്ളം ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഒട്ടി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കില്ല, അതുപോലെ ഇങ്ങനെ ഓരോ സൈഡും ഞൊറിഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിന് വേണേലും ഉണ്ടാക്കാം. ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള ഷേപ്പായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളൂ. വെള്ളം ഉള്ളതുകൊണ്ട് നല്ലോണം ഒട്ടിയും കിട്ടും ആ പോർഷൻ. അതുകൊണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. നമ്മുടെ മൊമോസ് കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടെ ചെയ്തെടുക്കാം. എല്ലാ മൊമോസ് ഞാനിപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ഇഡലി പാത്രം എടുക്കാം. അതിൻ്റെ അടിയിൽ തട്ടുകൾ ഞാൻ കുറച്ച് എണ്ണ പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഓരോ മൊമോസും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഒരു കറക്റ്റ് 10 മിനിറ്റ് ആകുമ്പോഴത്തേനും റെഡി ആയിട്ടുണ്ടാവും. ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോഴത്തേനും നമ്മുടെ മൊമോസ് റെഡി ആയിട്ടുണ്ടാവും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.